അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് നമ്മുടെ പച്ച മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ ഈ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ പണ്ടൊരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ സമയത്ത് അതായത് തണുപ്പ് കാലത്ത് ഇവിടെ മഞ്ഞൾ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. മിക്ക ആൾക്കാരുടെ വീടുകളിൽ ഇത് വെച്ച് ഒരു കൂട്ടാൻ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇത്. എന്നാൽ അധികം നേരമൊന്നും വേണ്ട. ഇതൊന്ന് അരിഞ്ഞെടുക്കാനൊക്കെ ഉള്ളൊരു മെനക്കേട് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും കൊള്ളാം. ഇത് ഓൾറെഡി ഇത് ഇവിടെ അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി സെറ്റപ്പാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് സംഭവം. അപ്പൊ ഈ മഞ്ഞളിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിയുമ്പോൾ നല്ല മഞ്ഞ നിറമായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനൊരു കറുത്ത നിറം വരും. അത് നമ്മൾ കാര്യം വെക്കണ്ട. അപ്പൊ ഇത് നമ്മൾ അരിഞ്ഞ് ചെറുനേരം വെച്ചിട്ട് അതുകൊണ്ടാണ് ബാക്കി സാധനമൊക്കെ അരിഞ്ഞു വന്നപ്പോഴത്തേക്കും ഇച്ചിരി കറുപ്പ് ഓന്തിന്റെ നിറം മാറുന്ന പോലെ അതിന്റെ നിറം മാറും. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ക്കകത്താണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇത് ഹെൽത്തിയാണ്. സാധാരണ ഈ ഇവിടെ ട്രഡീഷണൽ ആയിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ എത്ര മഞ്ഞളാണോ എടുക്കുന്നത് അതേ സെയിം അളവിൽ തന്നെ നമ്മൾ നെയ്യും എടുക്കണം. നമ്മളിപ്പോൾ അത്ര എടുക്കുന്നില്ല. നമുക്കൊരു കുറച്ച് ഇതൊന്ന് വറുത്ത് എടുക്കാവുന്ന, അതായത് വെന്ത് നല്ലതായിട്ട് വേഗം നമുക്ക് ഇത്രയും ഒരു 2 പാക്കറ്റ് നെയ്യ് എടുക്കാം. ഇത് നമ്മുടെ 20 രൂപയുടെ പാക്കറ്റ് നെയ്യാണ്. പാക്കറ്റ് നെയ്യ്. അപ്പൊ അത് അതിന്റെ ആവശ്യമുണ്ട് നമുക്ക്. അത് 20 ഗ്രാം ആയിരിക്കും. 20 മില്ലി. 20 മില്ലി. അപ്പൊ നമുക്ക് ഇത്രയും നമ്മളിപ്പം 2 പാക്കറ്റ് ഇടും. 40 ml. അപ്പൊ ഏകദേശം ഇതൊരു 1 കപ്പ് 1.5 കപ്പോളം വരും. നമ്മൾ ഈ അരിഞ്ഞു വെച്ച് നമ്മൾ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. നമ്മൾ തീ കുറച്ച് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഈ നെയ്യ് ഒന്ന് നല്ലതായിട്ട് ഉരുകി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്കിട്ട് പെയ്യെ ഇളക്കി നമുക്കിത് വെന്ത് നന്നായിട്ട് എടുക്കണം. നന്നായിട്ട് വെന്തില്ലല്ലോ ഇതിനൊരു പച്ച ചൊവയും വരും, ഒരു കയ്പും വരും. പിന്നെ കരിഞ്ഞു പോകരുത് ഒരു കാരണവശാലും. തീ കൂട്ടിയും വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് വറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത് അരിയുമ്പോഴേ കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ ഇട്ടാല് കയ്യെല്ലാം മഞ്ഞാളം വരാതിരിക്കും. നമ്മൾ അരിഞ്ഞപ്പം ഗ്ലൗസ് ഉപയോഗിച്ചായിരുന്നു, പക്ഷെ ആ ഗ്ലൗസിന് ചെറിയൊരു വീഴ്ച ഉണ്ടായിരുന്നു. അപ്പം വലിയ ഗുണമൊന്നും കിട്ടിയില്ല. വളരെ ലോ ഫ്ലെയിമില് പെരിയെ ഇളക്കി നമുക്കിതൊന്ന് റെഡിയാക്കി മഞ്ഞൾ വേകുന്നതിന്റെ ഇച്ചിരി സമയം എടുക്കും, പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചെയ്തു നോക്കുന്നതല്ല, ഇത് കഴിക്കുന്ന വളരെയധികം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഈ സംഭവം. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതാണ് ഏറ്റവും എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ ഇമ്മ്യൂണിറ്റി പവറും ഒക്കെ കൂടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇതിങ്ങനെ പയ്യെ ഒന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് വേഗുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മഞ്ഞളുണ്ടല്ലോ, ഇത് നല്ല എന്താ പറയുന്ന അടിപൊളിയായിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു കിലുകില സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാൻ നടന്നുണ്ട്. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു മൂപ്പ് വരെ നമ്മളിത് റെഡി ആക്കി എടുക്കണം. അപ്പൊ ഈ നെയ്യില്ലേ നമ്മൾ ഒഴിച്ച നെയ്യ്, ആ നെയ്യ് മുഴുവനും തെളിഞ്ഞ് ഇനി നമുക്കിത് കോരി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ നെയ്യിൽ തന്നെയാണ് ബാക്കി പരിപാടിയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കോരി മാറ്റുന്നത്. എല്ലാം നമ്മൾ ഈ ഒറ്റ പാത്രത്തെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഒരു അലുമിനിയത്തിന്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇപ്പൊ ഉള്ളത് വെച്ചാണ് നമ്മൾ ചെയ്തത്. ഇപ്പം നമ്മുടെ കയ്യിൽ എന്താ പറയുക, മറ്റേ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചെമ്പിന്റെ പാത്രമോ പിച്ചളയുടെ പാത്രമോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചെമ്പും പിച്ചളൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. കുറച്ചുകൂടെ നല്ലത്. കാര്യം നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയുണ്ട്, പക്ഷെ അത് ചെറുതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം കൂടെ റെഡിയായി വരുമ്പോൾ ഇച്ചിരി വലിപ്പം വേണം. അപ്പൊ ഇതൊന്ന് കോരി എടുക്കട്ടെ കേട്ടോ. അപ്പൊ അതായത് നമ്മളിത് സംഭവം കംപ്ലീറ്റ് നമ്മൾ കോരി മാറ്റി വെച്ചു. അപ്പൊ ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ നമ്മള് കുറച്ച് ജീരകം, നല്ല ജീരകമാണ്, ജീരകമല്ല നമ്മുടെ സാധാ ജീരകം, 1/4 ടീസ്പൂണ്. ഇത് നമ്മള് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ചതച്ചെടുത്തിരിക്കാം. ചുമ്മാ ഒന്ന് ചതച്ചാൽ മാത്രം മതി, അല്ലാതെ വലിയ. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത്
1.5 ഉണ്ട്. ഇവിടെ നമ്മുടെ വലിയ ഉള്ളിയാണ് സവാള. അത് നമ്മൾ ഒന്നും 1.5 കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മഞ്ഞൾ കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ 2 സവാളയൊക്കെ എടുക്കാവേ. അപ്പൊ ഈ സവാള എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നന്നായിട്ട് എന്താ പറയുന്നത്, തീരെ ചെറുതായിട്ട് അരിയാണ്, ഒരുപാട് വലിപ്പം കൂടുതൽ. അതെ. അപ്പൊ ഇനി ഇതൊന്നും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരുപാട് തീ കൂട്ടണ്ട, ആ മീഡിയം തീയില് അതേ നെയ്യ് അതേ ചട്ടി ഇതെല്ലാം എല്ലാം തന്നെ. അപ്പൊ അതില് നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാവേ. അപ്പൊ നമ്മുടെ സവോള ഉണ്ടല്ലോ ഇത് നല്ല അടിപൊളിയായിട്ട് ഗോൾഡൻ ബ്രൗൺ സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കായപ്പൊടിയാണ്. നമ്മളൊരു പിഞ്ച് ചേർത്താൽ മതി, ഒത്തിരി ചേർക്കണം. അപ്പൊ അത് നല്ലതായിട്ടൊന്ന് എല്ലായിടത്തും മൂക്കണം, സ്പ്രെഡ് ആവണം. അപ്പൊ നമ്മൾ ഇനി എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തക്കാളിയാണ്. അപ്പൊ ഈ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിയുന്ന ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ തീ ഒരുപാട് കൂടി പോകരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി സംഭവം. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അവസാനം ലാസ്റ്റ് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇപ്പൊ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൊമാറ്റോയും അതും ഇതൊക്കെ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് സംഭവമാണ്. ഇത് നമ്മളിപ്പോ ഒരു 1.5 കപ്പോളം നമ്മുടെ തൈരുണ്ട്, നല്ല കട്ട പുളിയുള്ള തൈരാണ്. അത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാല് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. വിചാരിക്കും നമ്മൾ മഞ്ഞളല്ലേ ചെയ്യുന്നത്, അത് കുഴപ്പമില്ല. എന്നാലും നമുക്കൊരു റെസിപ്പി ചെയ്യുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണമല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് തന്നെ. ഇനി നമ്മള് നമ്മുടെ മുളക് പൊടി, ഇത് നമ്മള് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം, നല്ല കളറും കിട്ടും, എരിവും കിട്ടും. ഇപ്പൊ നമ്മള് 1 ടീസ്പൂണാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മള് 1 ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഒരു മിക്സിങ്ങിൽ അതിൻ്റെ അകത്ത് നല്ലതായിട്ട് എയർ കണ്ടന്റ് ഒക്കെ വരുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ തക്കാളി എല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടും. അപ്പൊ നമ്മുടെ തൈര് നന്നായിട്ട് മിക്സ് ആയി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തക്കാളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തൈര് ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. തൈര് നമ്മുടെ നാടൻ തൈരുണ്ടെങ്കിൽ ഏറ്റവും സംഭവമാണ്. ഇതിന്റെ പ്രത്യേകത നെയ്യ്, തൈര് ഇതൊക്കെയാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. ഈ ട്രഡീഷണലി ഇവരുണ്ടാക്കുമ്പോഴല്ലോ ഇതിനകത്ത് വെള്ളം പോലും ചേർത്തിട്ടില്ല, തൈരും നെയ്യും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കറി. ഇതൊരു കറിയുടെ കൺസിസ്റ്റൻസി തന്നെ കിട്ടും, പക്ഷെ ആ രീതിയിൽ അവര് വെള്ളം ചേർക്കത്തില്ല. പിന്നെ നമുക്ക് സ്വല്പം ഗ്രേവി ഒക്കെ വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല ചേർത്തെന്ന് പറഞ്ഞു. എങ്കിലും അതിന്റെ ആ പൂർണ്ണമായ ഒരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്യുവാണെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യണം. അപ്പൊ ഇനി ഇതുണ്ടല്ലോ നന്നായിട്ട് ഇതിന്റെ ഈ നെയ്യ് ഒന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടണം. അത്ര നേരം നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഏറ്റവും ലോ ഫ്ലെയിമിൽ കേട്ടോ. അപ്പോഴേ നമ്മുടെ നെയ്യൊക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ മട്ടറാണ്. അതായത് നമ്മുടെ പച്ച ഗ്രീൻ പീസ്, അതായത് നമ്മൾ ഉണങ്ങിയ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, ഇത് നമ്മൾ എന്താ പറയുന്നത് മറ്റേ തോല് പൊളിച്ച് നമ്മുടെ മറ്റേ ബീൻസ് പൊളിക്കുന്നത് അതിനകത്തുനിന്ന് നമ്മൾ എടുക്കുന്ന സാധനം. ഇതിപ്പോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഫ്രോസനും കിട്ടും. അതെ തന്നെ. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മറ്റേ പയറ് പോലെ തന്നെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഈ സാധനം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞൾ, നമ്മുടെ മെയിൻ കഥാപാത്രം, അപ്പൊ അതും കൂടെ ചേർത്തിട്ട് അപ്പൊ നമുക്കുണ്ടല്ലോ അത്യാവശ്യം ഗ്രേവി ഉണ്ട് സാധനത്തിന്. അപ്പൊ ഇതിൽ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം, പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്. നമ്മൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഗ്രേവി ഇല്ല എന്നുണ്ടെങ്കിൽ അന്നേരം ചേർക്കാം. ചില സമയത്തുണ്ടല്ലോ നമ്മൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ചിലപ്പോൾ തൈര് കുറവ്, നെയ്യ് കുറവ് ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ഗ്രേവി തീരെ കാണത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അന്നേരം വെള്ളം തിളപ്പിച്ചിട്ട് മാത്രം ഒഴിക്കുക കേട്ടോ, ചെറിയ ചൂടോടെ ഒഴിക്കുക.
അല്ലാതെ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ അതിന്റെ ഒരു പച്ചച്ചോള് വരും. അപ്പൊ നമുക്കിനി ഇത് ഇന്ന് അടച്ചു വെച്ച് നമ്മുടെ ഈ ഗ്രീൻ പീസ് അത് വേകുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ തന്നെ മതിയേ. അപ്പൊ നമ്മുടെ സംഭവം നമ്മൾ തുറന്ന് നോക്കിയിട്ടില്ല, ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ ഇളക്കിയിട്ടായിരുന്നു. നമ്മളത് എണ്ണയല്ല നമ്മൾ നെയ്യെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചൊഴിക്കുക. ഇതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് വേഗവും ചെയ്യും സാധനം കേട്ടോ. അടിപൊളിയായിട്ടുള്ള സാധനം. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഈ മല്ലിയിലയും കൂടെ കിട്ടാനേ അതിന്റെ ഒരു ഒതന്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണെങ്കിലും കൊള്ളാം ഈ സാധനം ഒന്ന് ചെയ്യുക, ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വളരെ ആരോഗ്യപരമായ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ്. ചെയ്ത് നോക്കി ഇപ്പം ഈ ഒരു ക്ലൈമറ്റിലൊക്കെ, ഈ ക്ലൈമറ്റ് നല്ല ഏത് ക്ലൈമറ്റിലും പറ്റിയ സാധനം. മഞ്ഞൾ നമുക്ക് അറിയാവുന്നതാണല്ലോ. പിന്നെ മഞ്ഞൾ എല്ലാ ക്ലൈമറ്റിലും നമുക്ക് കിട്ടത്തില്ലല്ലോ പച്ചമഞ്ഞൾ. അതുകൊണ്ട് പറഞ്ഞതാ പച്ചമഞ്ഞൾ കിട്ടുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി നോക്കുക. അതെ, ഉണ്ടാക്കി നോക്കുക. അപ്പൊ ചെയ്ത് നോക്കി കഴിഞ്ഞാല് എന്തായാലും കൊള്ളാം. ഇതിന്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. കാര്യം അതുപോലത്തെ ടേസ്റ്റ് ആണ് സാധനം. ചപ്പാത്തിയോ പൂരിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെ പൂരി ഇപ്പൊ എണ്ണയാണല്ലോ. ചപ്പാത്തിയോ റൊട്ടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഒന്ന് നിർത്താം. ഇനി നമ്മൾ സ്റ്റൗ വെച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ള ഗ്രേവിയും കൂടെ പറ്റി കട്ടിയായിപ്പോ സംഭവം. അപ്പൊ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കി കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയുന്നത്, ഈ ഇച്ചിരി പ്രായമായവർക്കൊക്കെ നല്ല അടിപൊളി സാധനമാണ്. കാര്യം ശാരീരിക വേദനകളും കാര്യങ്ങളും ഒക്കെ മാറി നമ്മൾ റെഗുലറായിട്ട് കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ തണുപ്പ് വെച്ചുണ്ടാകും കേട്ടോ. അപ്പം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിർദ്ദേശവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതുക. പിന്നെ ഇത് ഈ റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കൈബുക്ക് ചെയ്യുക. പിന്നെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് റെഡിയാക്കുക. ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ എന്താ പറയുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കുക, ഓപ്ഷനുകൾ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ള സംഭവം. അടിപൊളി സാധനം ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വ്യത്യസ്തമായൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലം ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.